ഓക്കെ, അപ്പൊ നമ്മുടെ ജെ വെൽഡർ പ്രിപ്പറേഷന്റെ ഒരു ക്വിക്ക് റിവിഷൻ സെക്ഷൻ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ 2 സെമസ്റ്റർ ഫുള്ള് നമുക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സീംസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓപ്ഷൻസ് ആ ഒരു രീതിയിലായിരിക്കില്ല. നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താണ്, ഒന്ന് സ്പീഡപ്പ് റിവിഷൻ ആണ് നമ്മളിവിടെ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. If a worker has a suffered from electric shock, he should be kept warm and covered. Okay, already നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, എല്ലാവരും റിമെമ്പർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. If a worker has suffered from electric shock, he should be kept warm and covered. Okay, clear ആണല്ലോ? Clear ആണല്ലോ? Then scriber is made of. Scriber is made of. ഏതാണ് സ്ക്രൈബർ മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ? ഏതാണ്? ഹൈ കാർബൺ സ്റ്റീൽ ആണ് അല്ലെ. ഹൈ കാർബൺ സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് എത്ര പെർസെന്റേജ് ആയിരുന്നു? ഹൈ കാർബൺ സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് എത്ര പെർസെന്റേജ് ആയിരുന്നു? ഹൈ കാർബൺ സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് എത്ര പെർസെന്റേജ് ആയിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ. 0.82, 0.82, 1.5% കാർബൺ ആണ് ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ടാവുക. കൂടുതൽ കട്ടിംഗ് മെറ്റീരിയൽസ് ഒക്കെ അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കൂടുതൽ എന്തുകൊണ്ടായിരിക്കും? സ്ക്രൈബർ ഉണ്ടായിരിക്കും. എന്നാൽ ലേത്ത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കട്ടിംഗ് ടൂൾ ആയിട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്ക്രൈബർ ഈസ് യൂസ്ഡ് ടു. എന്തിനു വേണ്ടിയിട്ട് സ്ക്രൈബർ യൂസ് ചെയ്യുന്നതാണ്? മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എത്ര ഡിഗ്രിയാണ്? നോർമലി 12 തൊട്ട് 15 ഡിഗ്രി വരെയാണ് ഇന്റേണൽ ആംഗിളോട് വരിക. 0.6 to 0.15 ആണ് നിമി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അത് ആക്ച്വലി നിമിയുടെ വാല്യൂ ആക്ച്വലി റോങ് ആൻസർ ആണ്. കാരണം നമ്മൾ ലോ കാർബൺ ഹൈ കാർബൺ എന്ന് പറയുന്ന 2 സ്പ്ലിറ്റേഷൻ വരുന്നത് തന്നെ എന്തിന് ബേസ് ചെയ്തിട്ടാണ്? യൂണിറ്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ 0.8 1.5 തന്നെയാണ് കറക്റ്റ് ആൻസർ. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ പഞ്ചസ് ആർ മെയ്ഡ് ഓഫ്. സെയിം ലൈക്ക് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് തന്നെയാണ് പഞ്ചസും മെയ്ഡ് ചെയ്യുക. എന്തൊക്കെ പഞ്ചുകൾ ഉണ്ട് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിട്ടുണ്ട് സെന്റർ പഞ്ചിന്റെ ആംഗിൾ ആണ്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് നമ്മൾ എന്ത് വരുന്നത്? പോയിന്റ് ആംഗിൾ ഓഫ് സെന്റർ പഞ്ച് എന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കട്ടിംഗ് ടൂളിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഹാക്സോ ബ്ലേഡിന്റെ കാര്യം പറയുന്നു. ഹാക്സോ ബ്ലേഡ് ഏത് കട്ടിംഗ് ടൂളാ വരിക? ഏത് മെറ്റീരിയലാ വരിക? ഹാക്സോ ബ്ലേഡ് ഏത് മെറ്റീരിയൽ വരിക? HSS ആണ് അല്ലെ. ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് അവിടെ വരിക എന്ന് കൂടെ ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. പ്രിക് പഞ്ചിന്റെ മാർക്ക് നോർമലി കൊടുക്കുന്നത് 30 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ 60 ഡിഗ്രി പ്രിക് പഞ്ച് മാർക്ക് നമുക്ക് യൂസ് ചെയ്യാം. അത് ഒന്ന് ഡോട്ട് പഞ്ച്, അതായത് ജസ്റ്റ് സ്ക്രൈബർ ഒക്കെ പോയിന്റ് ചെയ്യാനും 60 ഡിഗ്രി വിറ്റ്നസ് മാർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സെന്റർ പഞ്ച് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? സെന്റർ പഞ്ച് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ടു ലൊക്കേറ്റ് ഹോൾസ് ആണ്. ഓക്കെ, ടു ലൊക്കേറ്റ് ഹോൾസ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ സെന്റർ പഞ്ച് യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ദെൻ ബോൾ പിൻ ഹാമർ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത് ഓർത്തിരിക്കുക. എക്സ് വെയിറ്റ്, അതിന്റെ വെയിറ്റ് വെച്ചിട്ടാണ് ബോൾ പിൻ ഹാമർ എന്ത് ചെയ്യുന്നത്? സ്പെസിഫൈ ചെയ്യുന്നത്. ബെഞ്ച് വൈസ് മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. അതിന്റെ ഉള്ളിൽ ഒരു ബോക്സ് നെറ്റ് ഉണ്ട്. ബോക്സ് നെറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അറിയാമോ? ബെഞ്ച് വൈസിനുള്ളിലെ ബോക്സ് നെറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അറിയാമോ? ഫോസ്ഫറസ് ബ്രോൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അവിടെ മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്ന സംഭവം എന്താ? മൈൽഡ് സ്റ്റീൽ ബോക്സ് ഈ പറയുന്ന ബെഞ്ച് വൈസിലെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഭാഗം വരുന്നത് എന്തിനാണ്? സ്പിൻഡിൽ. ഓക്കെ, ജോസ് മാനുഫാക്ചർ ചെയ്യുന്ന ടൂൾ സ്റ്റീൽ കൊണ്ടാണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കാം. സൈസ് ഓഫ് ബെഞ്ച് വൈസ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഹോസ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടു എവരിവൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇന്ററാക്റ്റീവ് മോഡിലേക്ക് വരും. ഓക്കെ, കാരണം എന്തായാലും എനിക്കിപ്പോ എല്ലാ ചാറ്റും നോക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് തന്നെ ഓക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് എന്നൊരു ഫീൽ വരണം. ഓക്കെ, സൈസ് ഓഫ് ബെഞ്ച് വൈസ് സ്പെസിഫൈഡ് ബൈ വിഡ്ത്ത് ഓഫ് ജോസ് ആണ്. വിഡ്ത്ത് ഓഫ് ജോസ്. ഓക്കെ, ഏതാണ്? വിഡ്ത്ത് ഓഫ് ജോസ് ആണ്. കൃത്യമായ ആൻസർ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഹാക്സോ ബ്ലേഡിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 250 തൊട്ട് 300 വരെയാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സിംഗിൾ കട്ട് ഫയലിന്റെ ടീത്ത് എത്ര ആംഗിളാണ് കട്ട് ചെയ്യാം? ഒരു സിംഗിൾ കട്ട് ഫയലിന്റെ ടീത്ത് എത്ര ആംഗിളാണ് കട്ട് ചെയ്യുക? 60 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഡബിൾ കട്ട് ഫയൽ കൂടെ ഓർത്തിരിക്കുക അല്ലെ. എത്രയൊക്കെ ഡിഗ്രി ആണ് ഡബിൾ കട്ട് ഫയലിന്റെ ആംഗിൾ വരിക? ഡബിൾ കട്ട് ഫയലിന്റെ 70-50 ആണ്. അതിന്റെ ഓവർ കട്ട് ആംഗിൾ എത്രയാണ് വരിക? 70 ആണോ 50 ആണോ വരിക? ഓവർ കട്ട് ആംഗിൾ എന്ന് പറയുന്നത് 70 ആണ്. 70 ആണ് അല്ലെ, കാരണം 70 ഓ 70. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ഫയൽ ഈസ് ഡിസ്റ്റൻസ് ഫ്രം. ലെങ്ത് ഓഫ് എ ഫയൽ. ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ ഡിസ്റ്റൻസ് ആണ്. ബോൾ പിൻ ഹാമർ എങ്ങനെയാണ് വെയിറ്റ് വരുന്നത്? നമ്മൾ വെയിറ്റിന് വെച്ചിട്ടല്ലേ നമ്മൾ ഒരു ഹാമർ പറയുന്നത്. ഹാമറിന്റെ അതായത് എവിടെ യൂസ് ചെയ്യുന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. മാർക്കിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാമറിന്റെ വെയിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാ?
മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നത് 250. നമ്മൾ ഓൾറെഡി ബോൾ പീൻ എന്ന് പറഞ്ഞു അല്ലെ, ഓൾറെഡി നമ്മൾ പീൻ പറഞ്ഞു, പിന്നെ നമുക്ക് വെയിറ്റ് അറിഞ്ഞാൽ പോരെ. am I right? ഓക്കെ, ഹാമർ ഈ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് പീൻ ആൻഡ് വെയിറ്റ് എന്ന് നമുക്ക് പറയാം. ബോൾ പീൻ ഹാമർ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വെയിറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ലെസ് ചാൻസ്. ഓക്കെ ഓക്കെ, ലെങ്ത് ഓഫ് ഫയൽ ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ഓഫ് ഫയൽ ടു ദ ഹീൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അതാണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രൈസ്കോറിന്റെ ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന സ്റ്റോക്കിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും. അതുപോലെ ട്രൈസ്കോർ സ്പെസിഫൈഡ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ബ്ലേഡ് ആണ്. ഇതിന്റെ ആക്യുറസി ഓർത്തിരിക്കുക എത്രയായിരുന്നു? അങ്ങനെ പറയാൻ പറ്റും. ബെഞ്ച് വൈസ് അതർ നെയിം ഫീച്ചേഴ്സ് നോർമലി അങ്ങനെ പറയാറ്. ഓക്കെ, 0.002 0.002. ബാക്കി എന്താ? ഇഞ്ച് പെർ 10 mm ലെങ്ത് അല്ലെ. ഓക്കെ ഓക്കെ, 0.002 mm per 10 mm ലെങ്ത്, അതായത് ഡ്രോയിങ് ആക്യുറസി ആണ് അവിടെ മീൻ ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഹാൻഡ് ലിവർ ഷിയർ മെഷീൻ യൂസ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 3 mm. 3 mm വരെ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാൻഡ് ലിവർ ഷിയർ കൊണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കുക. റിവിറ്റിംഗ് ഇസ് മെത്തേഡ് മേക്കിംഗ്. സെമി പെർമനന്റ് ജോയിന്റ് എന്ന് പറയുന്നത് റിവിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു കൺഫ്യൂസിംഗ് തിങ്സ് ആണ്. കാരണം ഇത് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചില നിമിയുടെ തന്നെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്നത് സെമി പെർമനന്റ് ആയിട്ടും ചിലത് പെർമനന്റ് ആയിട്ടും വരുന്നു. ഓക്കെ, നോർമലി കഴിഞ്ഞ PSC എക്സാമിനേഷനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നോർമലി എന്താണ് വരിക? ഇങ്ങനത്തെ ഒരു പോയിന്റ് കണ്ടതുകൊണ്ടാണ് ഇതിലൂടെ ചേർത്ത് മാർക്ക് ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, PSC എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നോർമലി എന്താണ്? വെൽഡിംഗ് ആൻഡ് റിവെറ്റിംഗ് പെർമനന്റ് ഫാഷനറിലും അതുപോലെ തന്നെ സെമി പെർമനന്റ് കാറ്റഗറിയിൽ വരുന്ന ആകെ എന്താണ്? സെമി പെർമനന്റ് കാറ്റഗറിയിൽ വരുന്നത് സോൾഡറിംഗ് ആണ്. ഓക്കെ, ബട്ട് ഇൻ സം ടെക്സ്റ്റ് ബുക്സ് ഇത് മാറി വന്നതായിട്ട് കാണുന്നു. ബാക്കിയുള്ള നമ്മൾ നോർമൽ നെറ്റ് ആൻഡ് ബോൾട്ട് ഒക്കെ എന്തിൽ വരും? ടെമ്പററി ഫാഷനിങ്ങിൽ. Soldering is a method of joining metal by using an alloy of tin and lead. Okay, ഇത് അറിയാലോ. ടിന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലെഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ടിന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? അതുപോലെ തന്നെ എത്രയാണ്? 231 2 427 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. 231 420. The melting point of pillar metal used to soldering എത്രയാണ് വരിക? ബിലോ 427 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? സോൾഡറിംഗ് യൂസ് ചെയ്യുള്ളൂ. 427 മേലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പേര് ചെറിയ മാറ്റം വരും. എന്തായിരിക്കും പേര് വരിക? രണ്ടും വന്നിട്ടുണ്ട് വരുണേ. ഇതൊരു ബ്രേസിംഗ് വരും. ബ്രേസിംഗിന്റെ മാക്സിമം ഒരു കണ്ടീഷൻ പറഞ്ഞാൽ എത്ര ഡിഗ്രി വരിക? ബ്രേസിംഗിന്റെ ടെമ്പറേച്ചർ 800 ഡിഗ്രി വരികയാണ് ബ്രേസിംഗിന്റെ ഡിഗ്രി നമ്മൾ പറയാറല്ലേ. Okay, the safety device used to protect ice while grinding. ഏതാണ്? ചിപ്പിംഗ് ഗൂഗിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സേഫ്റ്റി device used to protect ice while grinding എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വെൽ ഗ്രൈൻഡിങ് ആണോ വെൽ വെൽഡിംഗ് ആണോ എന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ എന്ത് ചെയ്യാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ചിപ്പിംഗ് ഗൂഗിൾസ് will be the right answer. Next, which one is remove slag? Slag remove ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ചിപ്പിംഗ് ഹാമേഴ്സ് ആണ് യൂസ് ചെയ്യുക. ചിപ്പിംഗ് ഹാമർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ് എന്ന് ഓർത്തിരിക്കുക. ഏതാണ്? മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. മൈൽഡ് സ്റ്റീൽ ആയിരിക്കും ചിപ്പിംഗ് ഹാമറിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് കൂടെ നമുക്ക് ഓർത്തിരിക്കാം. The fire extinguisher used in welding workshop യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? CO2 ബേസ്ഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, the efficiency of welded joint എത്ര ശതമാനമായിട്ട് പറയുന്നത്? 100% എഫിഷ്യൻസി ഉള്ള ജോയിന്റ് ആയിട്ടാണ് എന്തിനു പറയുന്നത്? welded joint എന്ന് പറയുന്നത്. ഓക്കെ, welding is used for permanent joints. Welding used for permanent joints. Permanent joints. Okay, gas welding is a dash welding. ഏതാണ്? ഫ്യൂഷൻ വെൽഡിംഗ് തന്നെയാണ് ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിംഗ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സി അസറ്റിൻ വെൽഡിംഗ് ആണ്. ഓക്സി അസറ്റിൻ വെൽഡിംഗ് ആണ്. ഓക്സി അസറ്റിൻ വെൽഡിംഗിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്സി അസറ്റിൻ വെൽഡിംഗിന്റെ ടെമ്പറേച്ചർ റേഞ്ച് 3100 തൊട്ട് 3300 ഡിഗ്രിയാണ്. ഫംഗ്ഷൻ ഓഫ് ദ സെന്റർ ഹോളിന്റെ കട്ടിംഗ് ബ്ലോ പൈപ്പ് എന്ന് പറയുന്നതാണ് സപ്ലൈ ഫോർ ഓക്സിജൻ ഫോർ കട്ടിംഗ് എന്നുള്ളതാണ്. അതിന്റെ ഇങ്ങനെ കുറെ ഹോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഹോളിന്റെ കാര്യം ഇപ്പൊ സെന്റർ ഹോളിന്റെ കാര്യമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. എന്താണ്? സപ്ലൈ ഓക്സിജൻ ഫോർ കട്ടിംഗ്. അപ്പൊ ബാക്കിയുള്ള ഹോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സെന്ററിലുണ്ട് വേറെ കുറെ ഹോളിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? That's for preheating. Okay, very good. The angle of cutting nozzle with the body. The angle of cutting nozzle with the body എന്ന് പറയുന്ന 90 ഡിഗ്രി ആണ്.
കട്ടിംഗ് നോസിൽ വിത്ത് ബോഡിയാണ്. കട്ടിംഗ് നോസിൽ വിത്ത് ബോഡി, കട്ടിംഗ് നോസിൽ വിത്ത് ബോഡിയാണ്. വെൽഡിങ്ങിന്റെ ആകുമ്പോൾ എന്ത് വരും? വെൽഡിങ്ങിന്റെ ആകുമ്പോൾ എന്ത് വരും? വെൽഡിങ്ങിന്റെ ആകുമ്പോൾ എന്ത് വരും? The angle of welding nozzle with the body എന്ന് പറഞ്ഞാൽ 120 degree will be the right answer. The principle of gas cutting എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്സിഡേഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്യാസ് കട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഗ്യാസ് കട്ട് ചെയ്ത പ്രീഹീറ്റ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഷുഡ് ബി ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രീഹീറ്റിംഗ് കൊടുക്കുക. പ്രീഹീറ്റിംഗിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ഓർത്തിരിക്കണം. എത്ര ഡിഗ്രി ആയിരുന്നു പ്രീഹീറ്റ് ചെയ്തിരുന്നത്? എത്ര ഡിഗ്രി ആയിരുന്നു? ഓക്കെ, ഒരു റേഞ്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? റേഞ്ച് നമ്മൾ പഠിച്ചായിരുന്നു. 875 അല്ലേ? നോട്ട് അവിടെ 200 to 330 അതല്ല, 200 to 330 അതാണോ? 875 to 900, 875 to 9000 ഡിഗ്രി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ച് ആൾക്കാർക്കാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. Okay, next, what size of cutting nozzle should be selected for cutting 10 mm thick mild steel? 10 mm thick mild steel, 10 mm thick mild steel. വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയുള്ള പ്രീഹീറ്റിംഗും എൻ്റെ ഡിഫറൻറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കണേ. 1.2 mm ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് 3 റേഞ്ച് ആയിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു റേഞ്ച്? ഏതൊക്കെ തിക്നെസ് വരെ നമ്മൾ പറഞ്ഞേ? 6 mm തിക്നെസ് വരെ ഒന്ന്, 6 തൊട്ട് 19 വേറെ ഒന്ന്, 19 തൊട്ട് 100 വരെ വേറെ ഒന്ന്. റൈറ്റ് അല്ലെ? ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? 0.8, 1.2 and 1.6. Very good, very good, very good. Okay, next. In width of cut produced by oxy-acid cutting is called kerf എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ആൻസർ വരിക. കർഫ് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഗുഡ്. ആർക്കും അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും പറ്റുന്നില്ല. The maximum acetylene pressure required for high pressure gas cutting blow pipe എത്രയാണ് വരിക എന്നുള്ളതാണ്. Maximum acetylene gas pressure required in high pressure gas cutting blow pipe എത്രയാണ്? 0.15 kilogram force by centimeter square ആണ്. ഇനി ഇവിടെ ഒരു പ്ലാന്റിലാണെങ്കിൽ അവിടെ നമ്മൾ അസിഡിൻ പ്രഷർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു പറഞ്ഞത്? ദാറ്റ് ഈസ് 50 അല്ലേ? ഈ 0.15 എന്ന് പറയുന്ന സാധനം എന്തിലേക്ക് മാറും? 15ലേക്ക് മാറും. 15 ഗ്യാസ് പവർ പ്ലാന്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പവർ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടറിൽ എത്ര വരും എന്നുള്ളതാണ്. 15 ആൻസർ വരാം. The nozzle are generally made up of copper because എന്തുകൊണ്ട് നോസിൽസ് നോർമലി കോപ്പർ കൊണ്ട് ചെയ്യുന്നു? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മൾട്ടി സെലക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് the real factor beauty is fine threads is possible to get tight fitting എന്നുള്ളതാണ്. ബട്ട് റസ്റ്റ് പ്രൂഫ് ആയിട്ടും PSC എന്ത് തന്നിട്ടുണ്ട്? കീ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു മൾട്ടി സെലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയാ, എങ്ങനെ ഇത് കീ ഇനി വരെയൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതുവരെയുള്ള PSC അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ കീ കണ്ടിട്ടുള്ളത് എന്താണ്? ഇറ്റ്സ് ഫൈൻ ത്രെഡ്സ് പോസിബിൾ ടു ഗെറ്റ് ടൈറ്റ് ഫിറ്റിംഗ് എന്നുള്ളത് തന്നെയാണ് കീ കണ്ടിട്ടുള്ളത്. PSCയുടെ കീയിൽ മാത്രം ടു പ്രിവെന്റ് റസ്റ്റും കണ്ടിട്ടുണ്ട്. ഓക്കെ, the tip or face should be cleaned with എന്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം? ഡീപ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ടിപ്പ് ക്ലീനർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാം. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ട്സ് ബേണിംഗ്? ഏത് ഗ്യാസ് ആണ് ബേണിംഗിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഓക്സിജൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. DA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോൾവ്ഡ് അസറ്റിലിൻ ആണ് മീൻ ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 വോളിയം അസറ്റിലിൻ റിക്വയർസ് 2.5 വോളിയം ഓഫ് ഓക്സിജൻ ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ചോദ്യം നമ്മൾ ചെയ്തതാണ്. ചിലപ്പോഴൊക്കെ ഇപ്പൊ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരെ നമുക്ക് അറിയില്ല. മേ ബി ഇവിടെ നിന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടേക്കാം, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടേക്കാം. 1.5% എവിടെ നിന്നാണ് എടുക്കുന്നത്? അതായത് 1 വോളിയത്തിൽ 1 നേരെ നമുക്ക് സിലിണ്ടറിൽ എടുക്കാം, ബാക്കി 1.5 അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്ന് കൂടെ ഓർത്തിരിക്കാം. ഈക്വൽ വോളിയം ഓക്സിജൻ ആസിഡ് ഗ്യാസ് ഗീവ്സ് ന്യൂട്രൽ ഫ്ലെയിം ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ന്യൂട്രൽ ഫ്ലെയിമിലാണ് ഡീക്കിൽ വരിക. ഫോർ വെൽഡിംഗ് മോസ്റ്റ് ഓഫ് ദ ബോൺ മെറ്റൽ ദ ഫ്ലെയിം യൂസ്ഡ് ഈസ് ന്യൂട്രൽ ഫ്ലെയിം ആണ്. നമ്മൾ കുറെ മെറ്റീരിയൽസ് അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലെയിംസ് നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചതാണ്. അവിടെ കോമൺ മെറ്റൽസ് കസ്റ്റൻ ആയിക്കോട്ടെ, മാഗ്നറ്റ് സ്റ്റീൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറെ മെറ്റൽസ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്തു. ഒരു എക്സെപ്റ്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചത് നോർമലി എന്തിനായിരുന്നു? ബ്രാസിന് ഓക്സിഡേഷൻ ഫ്ലെയിം പറഞ്ഞു. അതുപോലെ ലിൻഡ വെൽഡിംഗ്, അതുപോലെ തന്നെ സ്റ്റെലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കംപ്രൈസിംഗ് ഫ്ലെയിമും നമ്മൾ പഠിച്ചു. ഓക്കെ, then flame which contain excess oxygen നമുക്ക് എന്താ പറയാം? ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറയാം അല്ലെ? ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്നും. അതുപോലെ തന്നെ വെൽഡിംഗ് ബ്രാസ് ആൻഡ് ബ്രേസിംഗ് പ്രസ് മെറ്റൽ ഫ്ലെയിം യൂസ് ദീസ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ ഓക്സിഡൈസിംഗ് ഫ്ലെയിം കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവം? വെൽഡ് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടെ ബ്രിട്ടിൽ നാച്ചർ കാണിക്കും എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഫ്ലെയിം വിച്ച് കണ്ടെയ്ൻ എക്സസ് അസറ്റിൽ നമുക്ക് കംപ്രൈസിംഗ് ഫ്ലെയിം എന്ന് പറയാം. അവിടെ നമുക്ക് വലിയ ഡിഫിക്കൽറ്റി ഒന്നും വരുന്ന കാര്യമല്ല. ഫ്ലെയിം വിച്ച് യൂസ് ഫോർ സ്റ്റെലൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് ഫേസിംഗ്, ഇതിന്റെ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്പ്, ഇതൊക്കെ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. കംപ്രൈസിംഗ് ഫ്ലെയിം വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, most commonly used flame in gas welding is ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിം. most commonly used flame in gas welding is neutral flame. most commonly used flame in gas welding. Okay,
Okay, then which flame gives highest flame temperature? ഏത് ഫ്ലെയിമിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓക്സിയാസിഡ് ഫ്ലെയിം ആണ്. നോർമൽ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു 3100 തൊട്ട് 3300 ഡിഗ്രി ആണ് അവിടെ വരിക. ഫോർ സ്റ്റീൽ ഏത് ഫ്ലെയിം? അത് ഏത് സ്റ്റീലാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ എക്സെപ്ഷൻ കേസ് മാത്രം പഠിച്ചാൽ മതി. ബ്രാസിന് ഓക്സിഡൈസിങ് ഫ്ലെയിമും, ഓക്കെ, ബ്രാസിന് ഓക്സിഡൈസിങ് ഫ്ലെയിമും അതുപോലെ തന്നെ ലിങ്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കാർബറൈസിങ് ഫ്ലെയിം ഓർത്തിരുന്നാൽ മതി. പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, കാർബറൈസിലേക്ക് ചെറിയൊരു ചേഞ്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വരുന്നത്, സ്ലൈറ്റ്ലി കാർബണൈസ്ഡ് ഫ്ലെയിം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഹൈയസ്റ്റ് ഫ്ലെയിം ടെമ്പറേച്ചർ എന്തിൽ വരുന്നു? ഓക്സി ആസിഡ് ഫ്ലെയിമിൽ വരുന്നു. ഓക്സി ആസിഡ് ഫ്ലെയിം ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് 3100 തൊട്ട് 3300 ഡിഗ്രിയാണ്. ഓക്സിഡൈസ്ഡ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 3300 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 3200 ആണ്. അതുപോലെ കാർബണൈസ്ഡ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 3100 ആണ്. അപ്പൊ 3100 തൊട്ട് 3300 നമുക്ക് 3100, 3200, 3300 എന്ന് പറയുന്ന 3 കണ്ടീഷനിലേക്ക് മാറ്റാം. സ്റ്റീൽ കാർബണൈസിങ് എന്ന് കണ്ടു ഒരു ആൻസർ വേണമെങ്കിൽ വരുത്താം, കുഴപ്പമില്ല. കാരണം സ്റ്റീലിന്റെ ഹൈ കാർബൺ സ്റ്റീലിനൊക്കെ വേണമെങ്കിൽ കാർബണൈസിങ് ഫ്ലെയിം കൊണ്ട് ചെയ്യാമെന്ന് നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കുകൾ, നിവിയിൽ അങ്ങനെ പറയുന്നില്ല, അല്ലാണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷെ സ്ലൈറ്റ്ലി കാർബണൈസിങ് ആയിരിക്കും എന്ന് മാത്രം. Okay. Then the greatest amount of heat is produced in oxy-acetylene flame. എന്താണ്? Just ahead of inner cone ആണ്. Just ahead of inner cone ആണ് എന്ത് വരുന്നത്, greatest amount of heat വരിക എന്ന് ഓർത്തിരിക്കുക. അവിടെ നമ്മൾ മാക്സിമം ഒരു 3200 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് ഓർക്കുക അല്ലെ. For low carbon steel with mild steel, leftward welding suitable up to a plate thickness of. Okay, ഇവിടെ ഏതാണ് ആൻസർ വരിക? ഇവിടെ എന്താണ് ആൻസർ? ലോ കാർബൺ സ്റ്റീൽ ഓഫ് മൈൽഡ് സ്റ്റീൽ ലെഫ്റ്റ്വാർഡ് വെൽഡിംഗ് 6 mm ആണ് ആൻസർ വരിക എന്ന് ഓർത്തിരിക്കുക. പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ മീഡിയം കാർബൺ സ്റ്റീൽ എത്രയാണ്? 160 തൊട്ട് 320 ഡിഗ്രി സെൽഷ്യസ്. 160 തൊട്ട് 320 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വരിക മീഡിയം കാർബൺ സ്റ്റീലിന്റെ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ വരിക. അതുപോലെ തന്നെ വെൽഡ് ചെയ്യാൻ പറ്റാത്ത എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്, ഹൈ കാർബൺ സ്റ്റീൽ പറയുന്നത്. ബട്ട് നമ്മൾ എല്ലാ സാധനവും നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് പറയാം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ പറയുന്ന സെറ്റിംഗ്സിലൊക്കെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെൽഡ് ചെയ്യും. ഹൈ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹൈ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ വെൽഡിങ് ആംഗിളും കാര്യങ്ങളൊക്കെ എഡ്ജ് പ്രിപ്പറേഷൻ ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ദെൻ ഇൻ ഹൈ പ്രഷർ പ്ലാന്റ് അസറ്റിലിൻ പ്രഷർ ഈസ്, ഇൻ ഹൈ പ്രഷർ പ്ലാന്റ് അസറ്റിലിൻ പ്രഷർ എത്ര വരും എന്നുള്ളതാണ്. 15 kg/cm² ആണ് ഹൈ പ്രഷർ പ്ലാന്റിലെ അസറ്റിലിൻ പ്രഷർ വരിക എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലോ പ്രഷർ പ്ലാന്റ് അസറ്റിലിൻ പ്രഷർ 0.017 kg/cm² ആണ്. ഓക്കെ, ലോ പ്രഷർ പ്ലാന്റിലെ അസറ്റിലിൻ പ്രഷർ 0.017 kg/cm². ഓക്കെ, ഇത് ആക്ച്വലി 0.17 ആണ് വരേണ്ടത്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ നിവിയുടെ ബുക്കിലെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. ഓക്കെ, നിങ്ങൾ ബുക്ക് നോക്കിയിരുന്നോ? ബുക്കിലെ വാല്യൂ തന്നെയല്ലേ? ബുക്കിലെ വാല്യൂ തന്നെയല്ലേ? ഓക്കെ, രണ്ടും ഓക്കെ. അപ്പൊ ഇത് 0.17 ആണ്. 0.017 അത്രയും ഇതിലേക്ക് വരില്ല, താഴോട്ട് വരില്ല എന്തായാലും. ഓക്സിജൻ പ്രഷർ എത്രയാണ്? 120 തൊട്ട് 150 വരെ, 120 to 150 ആണ് എന്ത് വരുന്നത് ഓക്സിജനിലെ പ്രഷർ വരുന്നത്. ഫോർ ലോ പ്രഷർ സിസ്റ്റം ബ്ലോ പൈപ്പ് ഏതാണ് യൂസ് ചെയ്യുക? ഇൻജക്റ്റഡ് ടൈപ്പ് ബ്ലോ പൈപ്പ് ആണ് എന്ത് യൂസ് ചെയ്യുക? ലോ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. 0.17 ആണ് വിശ്വാസം. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 0.017 നിമിയിൽ വന്ന മിസ്റ്റേക്ക് ആണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. നിമി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആ വാല്യൂ ആണ് ഉള്ളത്. ബട്ട് 0.17 താഴോട്ട് നമ്മൾ പോവില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇൻജക്റ്റഡ് ടൈപ്പ് ആണ് എന്ത് വരുന്നത് ബ്ലോ പൈപ്പ് ലോ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. ഇനി ഹൈ പ്രഷർ സിസ്റ്റത്തിൽ ഏത് യൂസ് ചെയ്യും? ഹൈ പ്രഷർ സിസ്റ്റത്തിൽ ഏത് യൂസ് ചെയ്യും? മിക്സഡ് ടൈപ്പ് യൂസ് ചെയ്യും അല്ലെ. മിക്സഡ് ടൈപ്പ് യൂസ് ചെയ്യും. An injector type blow pipe is to be used in low pressure system of gas welding to avoid high pressure oxygen entering into the acetylene pipe. Okay, high pressure oxygen acetylene pipelines-ലേക്ക് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം എന്താണ്, നമ്മുടെ എപ്പോഴും ഫ്ലോ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഫ്ലോ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? LP നിന്ന് HP യിലേക്ക്, HP നിന്ന് LP യിലേക്കായിരിക്കും. HP to LP അല്ലേ. For high pressure system blow pipe used is non injector type അല്ലെങ്കിൽ മിക്സർ ടൈപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈ പ്രഷർ സിസ്റ്റത്തിൽ ബ്ലോ പൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കാൽസ്യം കാർബൈഡ് ഒരു ഡാർക്ക് ഗ്രേ കളറിലാണുള്ളത്. കെമിക്കൽ കോമ്പൗണ്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അസിറ്റൈൽ ഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടി കാൽസ്യം കാർബൈഡ് യൂസ് ചെയ്യുന്നത്.
നമ്മുടെ അതിന്റെ ഓർമ്മയുണ്ടോ? കെമിക്കൽ ഫോർമുല എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്? എന്താ? C2 anybody? CaC2 അല്ലെ? CaC2. C2H2 എന്താ? C2H2 എന്ന് പറഞ്ഞാൽ എന്താ? C2H2 എന്താണ്? നോൺ കൺഫ്യൂസ്. ദാറ്റ് ഈസ് അസറ്റിലിൻ. C2H2 എന്ന് പറഞ്ഞാൽ അസറ്റിലിനായി അതിന്റെ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാൽസ്യം കാർബൈഡ്. ദാറ്റ് ഈസ് കാൽസ്യം കാർബൈഡ് ആണ്. CaC2 ആണെന്ന് ഓർത്തിരിക്കുക. അവിടെ ഉണ്ടാകുന്ന മെയിൻ കോമ്പൗണ്ട് കാൽസ്യം ആൻഡ് കാർബൺ ആണ്. ഇതും ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമുക്ക് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പെർസെന്റേജ് കാൽസ്യം കാൽസ്യം കാർബൺ 62.5 ആണ്. മറ്റേത് 37.5. കാർബണിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.5% ആയിരിക്കും. അതുപോലെ തന്നെ കെമിക്കൽ സിമ്പിൾ ഓഫ് കാൽസ്യം കാർബൺ CaCl2 ആണ്. അതുപോലെ തന്നെ കാൽസ്യം കാർബൈഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫർണസ് ബൈ സ്മെൽറ്റിംഗ് കോക്ക് ആൻഡ് ലൈം. ഓക്കെ, കോക്ക് ആൻഡ് ലൈമിനെ സ്മെൽറ്റ് ചെയ്തിട്ടാണ് തന്നെ കാൽസ്യം കാർബൈഡ് മാനുഫാക്ചർ ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ചെറിയ പ്ലാന്റുകളൊക്കെ ഇല്ല, വെൽഡ് ചെയ്യുന്ന ചെറിയ ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഈ അസിഡിൻ ഗ്യാസ് അവർ തന്നെ ജനറേറ്റ് ചെയ്യുകയായിരിക്കും. ഓക്കെ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ കാൽസ്യം കാർബൈഡ് സാധനങ്ങൾ കാണാൻ സാധിക്കും. കെമിക്കൽ സിമ്പിൾ അസിഡിൻ ഗ്യാസ് എന്ന് പറഞ്ഞതാണ് C2H2 ആണ്. ഇതിന്റെ എത്ര പെർസെന്റേജ് നമുക്കറിയാം? 92.3% ആണ് അവിടെ ഉണ്ടാവുക, കാർബൺ ഉണ്ടാവുക. അതുപോലെ തന്നെ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? ഹൈഡ്രജൻ പെർസെന്റേജ് എത്രയാണോ? അത് അങ്ങോട്ട് മാറിപ്പോകുന്നു കേട്ടോ. 7.7% ആണ് അവിടെ ഉണ്ടാവുക ഹൈഡ്രജൻ ഉണ്ടാവുക എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, അസിഡിൻ ഡിസോൾവ് ചെയ്യുന്നത് അസറ്റോൺ എന്ന് പറയുന്ന അസറ്റോൺ ലിക്വിഡ് ഫോമിലാണ്. അസിഡിൻ പ്രൊഡ്യൂസ് ഫ്രം കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അസിഡിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ട് മെത്തേഡ് ഉണ്ട്. വാട്ടർ ടു കാർബൈഡും കാർബൈഡ് ടു വാട്ടർ മെത്തേഡും നമുക്കുണ്ട്. അവിടെ കാർബൈഡ് ടു വാട്ടർ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ആണ് യൂസ് ചെയ്യുക. ഏത് ഗ്രേഡാണ് യൂസ് ചെയ്യാൻ നോക്കുക? മീഡിയം പ്രഷർ ആപ്ലിക്കേഷൻ 14 NDT അല്ലെ, 14 NDT എന്ന് പറയുന്ന ഗ്രേഡ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. 3 ഗ്രേഡുകൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെ ഗ്രേഡാന്ന് ഓർക്കുന്നുണ്ടോ? 3 ഗ്രേഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ലെമ്പ് എഗ് നെട്ട് അല്ലെ, 3 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, വാട്ടർ ടു കാർബൈഡ് ടൈപ്പ് അസിഡിൻ ജനറേഷൻ മെത്തേഡ് ഈസ് ആൾസോ കോൾഡ്. വാട്ടർ ടു കാർബൈഡ് എന്ന് പറയുന്ന പേര് എന്താണ്? ലോ പ്രഷർ സിസ്റ്റം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? വാട്ടർ ടു കാർബൈഡ്. ഇനി കാർബൈഡ് ടു വാട്ടർ ആണെങ്കിലോ മീഡിയം പ്രഷർ സിസ്റ്റം ആണ്. നോട്ട് ഹൈ പ്രഷർ സിസ്റ്റം, ഇറ്റ്സ് മീഡിയം പ്രഷർ സിസ്റ്റം. ഓക്കെ, ഈ മീഡിയം പ്രഷർ സിസ്റ്റത്തിൽ നമ്മൾ എത്ര പ്രഷർ വരെ ഡെവലപ്പ് ചെയ്യാൻ മീൻസ് അവിടുത്തെ പ്രഷർ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1 അല്ലെ, 1 kg/cm² ആണ് നമ്മൾ പറഞ്ഞ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അസിഡിൻ പ്യൂരിഫയർ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് കണ്ടെയ്ൻ. ഫസ്റ്റത്തെ ഒരു അസിഡിൻ പ്യൂരിഫയറിൽ ഫസ്റ്റത്തെ കമ്പാർട്ട്മെന്റിൽ എന്താണുള്ളത്? കുമിക് സ്റ്റോൺ ആണുള്ളത്. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ എന്താ ഉള്ളത്? ഇറ്റ്സ് പ്യൂരിഫൈങ് കെമിക്കൽ ആണ് ഉണ്ടാവുക. മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ ഫിൽറ്റർ റൂൾ ആണ് അല്ലെ, ഫിൽറ്റർ റൂൾ ആണ്. ഓക്കെ, ഫോർ റിമൂവിംഗ് ദ വാട്ടർ വേപ്പർ ഫ്രം ദ അസിഡിൻ ഗ്യാസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഏതായിരിക്കും? റിമൂവിംഗ് ദ വാട്ടർ വേപ്പർ ഫ്രം ദ അസിഡിൻ ഗ്യാസ്. കുമിക് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? വാട്ടർ വേപ്പർ. ഓക്കെ, കുമിക് സ്റ്റോൺ. ഓക്കെ, നെക്സ്റ്റ്, ഫ്ലാഷ് ബാക്ക് അറസ്റ്റ് ഈസ് മെയ്ഡ് ഓഫ്. ഫ്ലാഷ് ബാക്ക് അറസ്റ്റ് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ എത്രയാണ്? നമ്മൾ ഇതിന്റെ സൈസ് കാര്യങ്ങളോ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചാണ്. മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസ് ലിക്വിഫൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് ഓർത്തിരിക്കുക? -182.9. നൈട്രജന്റെ ഓർമ്മയുണ്ടോ? എത്രയാണ് നൈട്രജന്റെ ടെമ്പറേച്ചർ ഓർമ്മയുണ്ടോ? നൈട്രജൻ -195 അല്ലെ, -195. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് 13 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ? ഓക്കെ, ഗുഡ്. -195.4 I think അല്ലെ. In atmosphere oxygen contain 21% of oxygen ആയിരിക്കും ഉണ്ടാവുക. 18% താഴെ വന്നു കഴിഞ്ഞാലാണ് എന്ത് വരിക? ആർഗണിന്റെ എത്രയാ? -185.7 അല്ലേ ആർഗൺ. 18% താഴെ വന്നു കഴിഞ്ഞാൽ എന്താണ്? സഫോക്കേഷൻ സംഭവിക്കും. ഓക്കെ, ഇൻ ഓക്സിജൻ പ്രൊഡക്ഷൻ പ്രോസസ് എയർ ഈസ് പ്യൂരിഫൈഡ് ബൈ. എയർ പ്യൂരിഫൈ ചെയ്യുന്നത് കാൽഷ്യം സോഡ സൊല്യൂഷനിലായിരിക്കും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ മാക്സിമം പ്രഷർ കപ്പാസിറ്റി 150 kg/cm² ആയിരിക്കും. അതുപോലെ തന്നെ സിലിണ്ടർ ടോപ്പ് ഫിറ്റഡ് വിത്ത് ഹൈ പ്രഷർ വാൽവ് ഫോർജ്ഡ് ബ്രോൺസ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? സിലിണ്ടർ ടോപ്പ് മാനുഫാക്ചർ ചെയ്യുക. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ അസിഡിൻ സിലിണ്ടറിന്റെ കളർ എത്രയാണ്? എന്താണ്? അസിഡിൻ സിലിണ്ടറിന്റെ കളർ എന്താണ്? മറൂൺ ആണ് അല്ലെ. അസിഡിൻ സിലിണ്ടറിന്റെ കളർ മറൂൺ ആണ്. വേറെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടോ? ഷെയർ. വേറെ ഏതെങ്കിലും കളർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഷെയർ. ബ്ലൂ കളർ ഏതിനോട് യൂസ് ചെയ്യുന്നു? ബ്ലൂ കളർ ആർഗൺ അല്ലേ. ഓക്കെ, ആർഗൺ സിലിണ്ടർ. ഓക്കെ, ഗുഡ്. ഓക്കെ, നോർമലി ഫ്യൂവൽസ് മൊത്തത്തിൽ എന്താ റെഡിഷ് കളറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടിംഗ് എലമെന്റ്സ് ഒരു ബ്ലാക്കിഷ് കളറിലേക്കും ആയിരിക്കും നോർമലി ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കും. വാൽ ത്രെഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ.
ഓക്സിജൻ സിലിണ്ടറിന്റെ വാൽവിന്റെ ത്രെഡ് എന്താണെന്നുള്ളതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അസിഡൽ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ഫ്യൂൽ ആണ് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഫ്യൂൽ ആണ് ലെഫ്റ്റ് ഹാൻഡ് ആണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫംഗ്ഷൻ ഓഫ് ഗ്യാസ് റെഗുലേറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു? സെറ്റ് ദ പ്രഷർ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഗ്യാസ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്റെ ബോഡി റെഗുലേറ്റ് കൺട്രോൾ ഏത് വാൽവ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. നീഡിൽ വാൽവാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക അല്ലെ. നീഡിൽ വാൽവാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓക്സിജൻ ആൻഡ് അസിഡിക് ഗ്യാസ് ആർ മിക്സഡ് ആയിട്ട് എവിടെ വെച്ചിട്ടാണ് ഓക്സിജനും അസിഡിലും മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ്? ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ വെൽഡിംഗ് ടോർച്ചിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് വെച്ച് വെള്ളത്തിലൂടെ Okay, can we continue? മടുത്തോ? അല്ലാണ്ട് നമുക്ക് തീരില്ല, അതുകൊണ്ടാണ് നമ്മളെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്താലും നമുക്ക് ഈ പോക്ക് പോയാലും വേറെ വഴിയില്ല. ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, then ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക് ഈസ് ആൾസോ കോൾഡ്. ഏതാണ് ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക് അറിയപ്പെടുന്ന വേറൊരു പേരെന്താണെന്നാണ് ചോദ്യം. ഫോർ ഹാൻഡ് ടെക്നിക് അല്ലെങ്കിൽ രണ്ടും ഫോർവേഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് രണ്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ടെക്നിക് അറിയപ്പെടുന്ന പേരാണ് ബാക്ക് ഹാൻഡ് ടെക്നിക് അല്ലെങ്കിൽ ബാക്ക്വാർഡ് ടെക്നിക്. ബാക്ക് ഹാൻഡ് എന്ന് അറിയപ്പെടുന്നത് റൈറ്റ് വാർഡ് ആണ്. റൈറ്റ് ബാക്ക് അല്ലെ, റൈറ്റ് ബാക്ക്. ബട്ട് ഇത് ഫോർ ഹാൻഡ്. ഓക്കെ, ഓർത്തിരിക്കാം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓക്സിഡേഷൻ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക് എന്ന് പറയുന്നത് ലെഫ്റ്റ് വാർഡ് ടെക്നിക് ആണ്. കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓക്സിഡേഷൻ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വാർഡ് ടെക്നിക് ആണ്. കൃത്യമായി ഓർത്തിരിക്കുക. അതുപോലെ ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ 60 to 70 ഡിഗ്രി ആണ്. ഇതിന്റെ നമ്മൾ ബ്ലോ പൈപ്പിന്റെ ആംഗിളും ഫില്ലർ റോഡ് ആംഗിളും രണ്ടാംഗിൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഫില്ലർ റോഡിന്റെ ആംഗിളൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ല. ഇപ്പൊ ഇവിടെ 60 to 70 ആണ്. എത്രയായിരുന്നു ഫില്ലർ റോഡ് ആംഗിൾ? എത്രയാണ്? 30 to 40 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ കൃത്യമായി ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിൽ ഫില്ലർ റോഡിന്റെ ആംഗിൾ വരുന്നത് എത്രയാണ്? 30 to 40 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ റൈറ്റ് വാർഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എത്ര തിക്നെസിന്റെ മുകളിലേക്കാണ്? അപ് ടു 5 mm ആണോ? എബോവ് 5 mm ആണോ? അപ് ടു 5 mm അല്ല, എബോവ് 5 mm ആണ് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് വാർഡ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് വാർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ എത്രയാണ്? 40 to 50 ഡിഗ്രിയാണ്. 40 to 50 ഡിഗ്രിയാണ്. പക്ഷെ ഫില്ലർ റോഡ് ആംഗിൾ ഒന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല. 30 to 40 തന്നെ സ്റ്റേഷനറി ആയിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഏതാണ്? ഓക്കെ, അനന്തമാലേക്ക് വരാം കേട്ടോ. A groove of channel formed along the toe of the belt is called undercut. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? 1990. അതുപോലെ ഹൈ സ്പീഡ് സ്റ്റീലൊക്കെ 1890 നമ്മൾ പഠിച്ചത്. സോറി, ഹൈ കാർബൺ സ്റ്റീലൊക്കെ. ഓക്കെ. Then when discontinuity formed the base metal of weld metal is called crack ആണ്. Discontinuity formed the base metal of weld metal. Weld metal discontinuity നമുക്ക് എന്താ പറയാം? crack എന്ന് പറയാം. In case of severe back or avoid accident, ഓക്സിജൻ വാൽവാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ക്ലോസ് ചെയ്യുക. എന്തുകൊണ്ട് നമ്മൾ ഓക്സിജൻ വാൽവ് ക്ലോസ് ചെയ്യുന്നത്? അതാണ് ഹൈഡ്രോളിക് സിസ്റ്റം ആയിട്ട്. ഓക്കെ, then overheat of the blow pipe nozzle is to be avoided because it will cause backfire. Okay, blow pipe nozzle overheat ആവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താണ്? അത് ബാക്ക്ഫയറിന് കാരണം. അതോടെ സഫിഷ്യന്റ് കൂളിംഗ് കൊടുക്കും. ഓക്കെ, ഹൈഡ്രോളിക് ബാക്ക് പ്രഷർ വാൽവ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഡേഞ്ചർ ഓഫ് ബാക്ക്ഫയർ. ഓക്കെ, ബാക്ക്ഫയറിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹൈഡ്രോളിക് ബാക്ക് പ്രഷർ വാൽവ് യൂസ് ചെയ്യാൻ നമ്മുടെ ഓർക്കുക. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യൂർ അലുമിനിയം എന്ന് പറഞ്ഞാൽ 659 ഡിഗ്രിയാണ്. 660 ഡിഗ്രി ഒന്നും കൂടെ കാണാൻ 660 or 659 both are right. ഓക്കെ, പിന്നെ എന്താ? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയം ഓക്സൈഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എത്ര ഡിഗ്രിയാണ്? മിസ്റ്റേക്ക്. എത്ര ഡിഗ്രിയാണ്? 1930 ഡിഗ്രി കേട്ടോ. നമ്മളൊരു 1 വിട്ടുപോയിട്ടുണ്ട്. 1930. ഓക്കെ, 1930 ഡിഗ്രി. നെക്സ്റ്റ്, പ്യൂർ അലുമിനിയം ഹാസ് എ പ്യൂരിറ്റി. ഒരു അലുമിനിയത്തിന് പ്യൂർ അലുമിനിയത്തിന്റെ പ്യൂരിറ്റി എത്ര ശതമാനമായിരിക്കും? 99% ആണ്. ഓർ ഓഫ് അലുമിനിയം എന്താണ്? ഓർ ഓഫ് അലുമിനിയം ബോക്സൈറ്റ്. ഓക്കെ, കൃത്യമായി തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. ലെഡിന്റെ ഓർ ഏതാ? ലെഡിന്റെ ഓർ ഗലേന അല്ലെ. ലെഡിന്റെ ഓർ ഗലേന. പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 250 തൊട്ട് 400 ഡിഗ്രിയാണ്. 250 to
100 ഡിഗ്രി സെൽഷ്യസ് ആണ് എത്ര വരുന്നത് പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം വരുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ കുറച്ച് പേർക്ക് സംശയം വരുന്നത് ഈ കോപ്പറിന്റെ പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. നമ്മൾ എത്രയാണ് പഠിച്ചത്? കോപ്പറിന്റെ പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ എത്രയാണ് പഠിച്ചത്? 200 പഠിച്ചിട്ടുണ്ട്. ഒരു 750 നിങ്ങൾ പഠിച്ചാൽ എനിക്ക് ഓർക്കുണ്ടാവും അല്ലെ? 750 ഡിഗ്രി. അതെന്താ പറയുന്നത്? 750 ഡിഗ്രി എന്ന് പറയുന്നത് സർഫേസ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ആണ് കേട്ടോ. സർഫേസ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഡിഗ്രി ഫാരൻഹീറ്റ് അല്ല, ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അത് സർഫേസ് പ്രീ ഹീറ്റിംഗ് ആണ്. മൊത്തത്തിൽ നമ്മൾ ഈ ഫർണസിൽ വെച്ചൊന്നും ചെയ്യില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫ്ലെയിം വെച്ചിട്ട് തന്നെ ചൂടാക്കി വിടുള്ളൂ. ഓക്കെ, ഓക്കെ. ടൈപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ്ഡ് ഫോർ വെൽഡിംഗ്. യെസ്, ടൈപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഏതാണ്? ഓസ്റ്റനേറ്റ്. ഓക്കെ, ഓസ്റ്റനേറ്റ് ആണ്. സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളംബിയം അതുപോലെ മാഗ്നസ് അങ്ങനെ കുറെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓസ്റ്റനേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൾസോ ഉണ്ട്. ഓസ്റ്റനേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അറിയപ്പെടുന്ന വേറൊരു പേര് എന്താണ്? ഓസ്റ്റനേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അറിയപ്പെടുന്ന വേറൊരു പേര് 18 സ്റ്റീൽ എന്ന് പറയാം. 18 എന്താണ്, 8 എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. 18 എന്ന് പറഞ്ഞാൽ എന്താ? 18 എന്ന് പറഞ്ഞാൽ എന്താണ്? 18 ക്രോമിയം, 8 എന്താണ്? 8 നിക്കൽ അല്ലെ? ക്രോമിയം നിക്കലും കോമ്പിനേഷൻ ആണ് 18 8 എന്നുകൊണ്ട് പറയുന്നത്. മിനിമം പെർസെന്റേജ് ഓഫ് ക്രോമിയത്തിന്റെ കണക്കുണ്ട്. മിനിമം പെർസെന്റേജ് ക്രോമിയം എത്ര ശതമാനമാണെന്ന് പറഞ്ഞാൽ 12% ഏറ്റവും കുറഞ്ഞത് വേണമെന്നും കൂടെ ഓർത്തിരിക്കും. ഓക്കെ, 15% ക്രോമിയം, 8% നിക്കലാണ് 18 8 എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ ഡിസ്റ്റോർഷൻ ഓഫ് ഹൈ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിക്കോസ്. എന്തുകൊണ്ടാണ് ഡിസ്റ്റോർഷൻ വരുന്നത്? ഡിസ്റ്റോർഷൻ ഹൈ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിക്കോസ് എന്തുകൊണ്ടാണ്? ഹൈ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൊണ്ടാണ് ഡിസ്റ്റോർഷൻ സാധ്യത കൂടുതൽ ഉണ്ടാവുന്നതെന്നും കൂടെ ഓർത്തിരിക്കും. ഡ്യൂറിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ആംഗിൾ. ഡ്യൂറിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ആംഗിൾ എത്ര ഡിഗ്രി വരും? 80 തൊട്ട് 90 ഡിഗ്രി വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുമ്പ് ഉണ്ടാകുന്ന ഡൗട്ട് ഇപ്പൊ നമുക്ക് ഒഴിവായെന്ന് വിചാരിക്കാം അല്ലെ? ഡ്യൂറിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗിനാണ് ബ്ലോ പൈപ്പിന്റെ ആംഗിൾ എത്ര വരുന്നത്? 80 തൊട്ട് 90. ആക്ച്വൽ പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുള്ളൂ അതിലേക്ക്. ഓക്കെ, ഓക്കെ. ദെൻ വെൽഡ് ഡീകേ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് വെൽഡിംഗ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വെൽഡ് ഡീകേ എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഓർത്തിരുന്നാൽ മതി. വെൽഡ് ഡീകേ എന്തുമായി ബന്ധപ്പെട്ടിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലുമായി ബന്ധപ്പെട്ടിരുന്നു. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രോൺസ് എന്ന് പറയുന്ന സമയത്താണ് അല്ലെ? കാർബണിന്റെ ഫോർമേഷൻ ഒക്കെ നമ്മൾ കൃത്യമായി പഠിച്ച ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ആണ്. കോപ്പറും ടിന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? കോപ്പറും ടിന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വേറൊരു പേരിൽ അറിയപ്പെടുന്നു. ദാറ്റ് ഈസ് ബ്രോൺസ് അല്ലെ? ബ്രോൺസ്. സ്പെൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 50-50 കോമ്പിനേഷൻ. കോപ്പർ സിങ്കിന്റെ 50-50 കോമ്പിനേഷനാണ് നമ്മൾ സ്പെൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ 1083 ഡിഗ്രിയാണ്. ഒരുപാട് തവണ ഒരുപാട് തവണ റിപ്പീറ്റഡ് മാനറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫ്ലക്സ് യൂസ്ഡ് ഇൻ ബ്രാസ് വെൽഡിംഗ്. ബ്രാസ് വെൽഡിംഗ് യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ that will be borax. Okay, no flux is used for gas welding. മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്ന സമയം നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല? ഫ്ലക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ ചോയ്സ് ഓഫ് ഫ്ലക്സ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്നത് അതാണ് എന്തിന്റെ ക്രൈറ്റീരിയ? ഫ്ലക്സ് യൂസ് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ. അതും എന്ത് ചോദിച്ചിട്ടുണ്ട്? ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, which one of the following is not a complex? കുറെ ടൈപ്പ് ഫ്ലക്സ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? കോയിൽ ടൈപ്പ് എന്ന ടൈപ്പ് ഇല്ല. ഇതാണ് നോർമൽ ഓപ്റ്റിക്സിലൊക്കെ വരാറ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഫ്ലക്സ് നമ്മൾ പഠിച്ചത്? പൗഡർ ഫോം പഠിച്ചിട്ടുണ്ട്, പേസ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ സോളിഡ് പേസ്റ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കോയിൽ എന്ന് പറഞ്ഞ ഫോം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതാണ് അവിടെ ക്വസ്റ്റൻ ആയിട്ട് വന്നതും അത് തന്നെയാണ്. ഓക്കെ, ഫ്ലക്സ് റെസിഡ്യൂ ഇൻ ഗ്യാസ് വെൽഡിംഗ് റിക്വയർഡ് ടു ബി റിമൂവ്ഡ് ഫോർ ടു പ്രിവെന്റ് കൊറോഷൻ. ഓക്കെ, ഫ്ലക്സിന്റെ റെസിഡ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിർബന്ധമായിട്ടും കളഞ്ഞിട്ടുണ്ടാവണം. അത് കൊറോഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് കാസ്റ്റൈൻ വിച്ച് ക്യാൻ ബി വെൽഡഡ് ഈസ്. ഓക്കെ, വെൽഡബിൾ ആയിട്ടുള്ള കാസ്റ്റൈൻ അറിയപ്പെടുന്നത് ഏതാണ്? വെൽഡബിൾ ആയിട്ടുള്ള കാസ്റ്റൈൻ ഗ്രേ കാസ്റ്റൈൻ ആണ്. 4 ടൈപ്പ് കാസ്റ്റൈൻ നമ്മൾ പഠിച്ചത്. അത് ഓരോന്നിന്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ കാസ്റ്റൈനിന്റെ പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രി ആണ് എന്നുള്ളതാണ്. എത്രയാണ്? 200 തൊട്ട് 310 ഡിഗ്രി വരെയാണ് അല്ലെ? 200 തൊട്ട് 310 ഡിഗ്രി വരെയാണ് പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ കാസ്റ്റൈൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ പ്രീ ഹീറ്റ് ജോബ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ. നമ്മൾ ക്രയോൺസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയോ എന്ന് അറിയാൻ വേണ്ടി ക്രയോൺസ് സഹായത്തോടു കൂടിയാണ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ ക്രയോൺസ് എന്നറിയപ്പെടുന്നു. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ദ ഫില്ലർ റോഡ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ വെൽഡിംഗ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആൻഡ് റൗട്ട് അയൺ. ഏതാണ്? CCMS. CCMSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ. കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ എന്നുള്ളതാണ് CCMSന്റെ ഫുൾ ഫോം ആയിട്ട് വരിക. ഓർത്തിരിക്കുക.
Next, filler rod is used during the welding stainless steel. ഏതാണ് കൊളംബിയം ബേസ്ഡ് ഫില്ലർ റോഡ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്ത് എന്തിനു വേണ്ടി ഇത് എന്ത് മെറ്റീരിയൽ എന്ന് കാര്യം പറയാം സ്റ്റെബിലൈസിംഗ് മെറ്റീരിയൽ എന്ന് അറിയുമ്പോൾ അല്ലേ ഓർക്കുന്നില്ലേ? ഫില്ലർ റോഡ് യൂസ് ടു അവോയ്ഡ് ഡീക്കേ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ കൊളംബിയൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. What is the purpose of copper coating in the MS filler? To avoid rusting എന്നുള്ളതാണ് ഇതിന്റെ കോപ്പർ കോട്ടിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇലക്ട്രോ ഹോൾഡർ ആസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് കോപ്പർ അലോയ്. ഇലക്ട്രോ ഹോൾഡേഴ്സ് മെയ്ഡ് ചെയ്യുന്നത് കോപ്പർ അലോയ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോ ഹോൾഡറിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി അനുസരിച്ച് മാറും. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എത്ര നമ്മൾ പറഞ്ഞാൽ എത്ര ആംപിയറിലാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോ ഹോൾഡർ ഉണ്ടാവുക? ഇലക്ട്രോ ഹോൾഡർ ഉണ്ടാവുന്ന 200, 300, 500 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ഓക്കെ. Then earth clamp is made of same copper alloy കൊണ്ട് തന്നെയാണ് earth clamp മെയ്ഡ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പാസിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. വിച്ച് ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് വെൽഡിംഗ് മെഷീൻ ആൻഡ് എർത്ത് ക്ലാമ്പ്. വെൽഡിംഗ് മെഷീനും എർത്ത് ക്ലാമ്പിനെ കണക്ട് ചെയ്യുന്നത് എന്തിനെ വെച്ചിട്ടാണെന്നാണ് ചോദ്യം. എർത്ത് കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുക. കൃത്യമായി തന്നെ ഓർത്തിരുന്നോളാം. അതുപോലെ തന്നെ വെൽഡിംഗ് മെഷീനും ഇലക്ട്രോ ഹോൾഡറിനെ കണക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് ഇലക്ട്രോഡ് കേബിൾ. ഓക്കെ, വെൽഡിംഗ് മെഷീനും ഇലക്ട്രോഡ് കേബിൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. Welding cable is made of brass വെച്ചിട്ടാണ് the welding cable manufacture ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഒരു മിനിറ്റ് ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാം. കേബിള് ബ്രാസ് കൊടുക്കാൻ സാധ്യത, എന്നാൽ കോപ്പർ ആയിരിക്കും. കേബിൾ കോപ്പറാണ്. ഓക്കെ, in arc welding source of heat in arc welding എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണ് അല്ലെ, ഇലക്ട്രിസിറ്റി ആണ് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. Then arc welding is a dash welding, fusion welding ആണ് എന്ന് പറയുന്ന arc welding എന്ന് പറയുന്നത്. ഇതിന് ടെമ്പറേച്ചർ റേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ് വരിക? ടെമ്പറേച്ചർ റേഞ്ച് 3600 മേലെ അല്ലെ? ഓക്കെ, ഫൈൻ. ഫാരൻഹീറ്റ് ആണോ? ഡിഗ്രി സെൽഷ്യസ് തന്നെ വരും കേട്ടോ. Okay. Then small weld or short distance are made before welding. This is called tacking. Tack weld നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. tack weld. Okay. tack weld എത്രയിൽ കൊടുക്കണമെന്നാ പറഞ്ഞേ? tack welding ഒക്കെ എത്രയിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നോർമലി 25 mm ഗ്യാപ്പിലൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ 20-25 mm ടാക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്. സ്പോട്ട് സീം ബട്ട് എൻക്ലോഷർ വെൽഡിംഗ് ബിലോങ്സ്. ഇത് ഏത് കാറ്റഗറി വരുന്ന വെൽഡിങ്ങുകളാണ്? റെസിസ്റ്റന്റ് വെൽഡിങ്ങിന്റെ കാറ്റഗറിയിലാണ് ഈ പറയുന്ന എല്ലാ വെൽഡിങ്ങുകളും വരിക. ജസ്റ്റ് ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ടൈപ്പ് ഓഫ് ജോയിന്റ് യൂസ് ഫോർ സ്പോട്ട് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്? ഏതാണ് ലാബ് ജോയിന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. അതിൽ തന്നെ വലിയ മിസ്റ്റേക്സ് ഒന്നും ആരും വരുത്തുന്നില്ല. സ്പോട്ട് വെൽഡിംഗിൽ ലാബ് ജോയിന്റ് ആയിരിക്കും. ഇൻ ബട്ട് വെൽഡിംഗ് പ്ലേറ്റ്സ് ആർ ഹെൽഡ് അറ്റ് 180 ഡിഗ്രി അല്ലെങ്കിൽ 0 അല്ലെ, നേരെ ഒരേ ലൈനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് നോട്ട് ഫില്ലറ്റ് വെൽഡ്? ഓക്കെ, ഫില്ലറ്റ് വെൽഡ് അല്ലാത്ത വെൽഡ് ഏതാണെന്നുള്ളതാണ്. ഫില്ലറ്റ് വെൽഡ് അല്ലാത്ത ഏതാണ്? ബട്ട് വെൽഡിംഗ് ആണ് ഇവിടെ നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, എ കീ ഹോൾ ഈസ് ടു ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ വെൽഡിംഗ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഇൻ ബട്ട് ജോയിന്റ് ടു എൻഷുർ. ഏതാണ്? പ്രോപ്പർ റൂട്ട് പെനിട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീ ഹോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. യൂണിറ്റ് ഓഫ് കറണ്ടിന്റെ യൂണിറ്റ് എന്ത് വരും? ആംപിയർ വരും. യൂണിറ്റ് ഓഫ് കറണ്ട് ആംപിയർ ആണ്. ഓംസ് ലോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കാരണം ബേസിക് ഇലക്ട്രിസിറ്റി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നേക്കാം. ഓക്കെ, മനുവിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ? അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to ഇല്ല. In arc welding, open circuit voltage vary from തൊട്ട് എവിടെ വരെയാണ്? ഓപ്പൺ സർക്യൂട്ട് OCV വേരി ചെയ്യാനാണ് 60 വോൾട്ട് തൊട്ട് 110 വോൾട്ട് വരെയാണ്. എന്നാൽ ഇതിലൊരു 30 വോൾട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു വോൾട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്രയാണ്? 90 വോൾട്ട് ആണ് ഇതിൽ കേട്ടോ. 60 to 110 വോൾട്ട് ആണ് എന്ത് വരുന്നത്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വരുന്നത്. ഇനി ആർക്ക് വെൽഡിങ്ങിന് ആർക്ക് വോൾട്ടേജ് വേരി ചെയ്യുന്ന എത്ര ഡിഗ്രി തൊട്ട് എത്ര ഡിഗ്രിയാണ്? 18 വോൾട്ട് തൊട്ട് 55 ഡിഗ്രി വരെയാണ്. ഓക്കെ, 18 to 55. നെക്സ്റ്റ് നമുക്ക് വരുന്നത് SMAW ഇലക്ട്രോഡീസ്. SMAW ഇലക്ട്രോഡീസ് നോൺ കണ്ടിന്യൂസ് ആൻഡ് കൺസ്യൂമർ അല്ലെ. SMAW എന്ന് ഫുൾ ഫോം എന്തായിരുന്നു? ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. SMAW. ഓക്കെ, അപ്പൊ അവിടെ കൺസ്യൂമബിൾ ആണോ? കൺസ്യൂമബിൾ ആണ്.
കണ്ടിന്യൂസ് ആയിട്ട് ഫില്ലർ റോഡ് യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നോൺ കണ്ടിന്യൂസ് ആൻഡ് കൺസ്യൂമർ ആണ് എന്ത് യൂസ് ചെയ്യാം? SMAW യൂസ് ചെയ്യാം. The weld metal above the plate surface called weld reinforcement ആണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം. Weld reinforcement, weld metal above the plate surface നമ്മൾ പറയുന്നത് weld reinforcement ആണ്. The point at which the weld reinforcement rest on the base metal. ആ reinforcement ബേസ് മെറ്റലിലേക്ക് വന്ന് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ടോയി പോയിന്റ്. പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, പോയിന്റ്, നോട്ട് ലൈൻ. റെസ്റ്റ് ദ പോയിന്റ് ഓൺ വിച്ച്, ആ പോയിന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ടോയി പോയിന്റ് ആണ്. The distance between the parts to be joined is called root gap ആണ്. എത്ര mm ഒക്കെ കൊടുക്കുക? റൂട്ട് ഗ്യാപ്പ് നോർമൽ നമ്മൾ കൊടുക്കുന്ന എത്ര mm ഒക്കെ? ഒരു 1.5 to 2 mm ഒക്കെയാണ് നോർമലി നമ്മൾ കൊടുക്കുന്നത് അല്ലേ? To represent റൂട്ട് ഗ്യാപ്പ്. റൂട്ട് ഗ്യാപ്പിന്റെ പ്രധാന ഉദ്ദേശമാണ് നമുക്ക് അറിയാവുന്നത്. 1.5 to 3 mm വരെ നമ്മൾ കൊടുക്കുക. To obtain required depth of fusion. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് റൂട്ട് ഗ്യാപ്പ് കൃത്യമായി കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് മെറ്റൽ ആൻഡ് ദ ടോയ്. ഓക്കെ, ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് ടോയ് ഇത് തമ്മിലുള്ള ലെങ്ത് നമുക്ക് പറയാം ലെഗ് ലെങ്ത് എന്നാണ്. ഓക്കെ, ലെഗ് ലെങ്ത് എന്നാണ് പറയുന്നത്. Separate root by the soil, the root edge, the sharp edge, the root is called the root face. Okay, ഇവിടെ എങ്ങനെ വന്ന ഇങ്ങനെ ചെറിയൊരു സംഭവം എന്താണ് റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് ഫേസ് ഓർത്തിരിക്കുക. Distance between the junction of the metal and the midpoint of the toy, two toys is called the rod thickness. Okay. Then straight distance between the tip of the electron and the base metal when the arc strike is called the arc length. ആണ് ഇവിടെ നമുക്ക് വരാം. ആർക്ക് ലെങ്ത് ആണ് വരിക. ആർക്ക് ലെങ്ത് മൂന്നായിട്ട് തരംതിരിക്കാം, ലോങ് ആർക്ക്, ഷോർട്ട് ആർക്ക് ആൻഡ് മീഡിയം ആർക്ക്. അതായത് നമ്മളെ ഡയമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ലോങ് ആർക്കാണ്, ഷോർട്ട് ആർക്കാണ്, മീഡിയം ആർക്ക് എന്ന് പറയുന്നത്. ഈ നമുക്ക് കോർ ഡയമീറ്ററിനെക്കാട്ടും കൂടുതലാണ് ആർക്ക് ലെങ്ത് എങ്കിൽ നമുക്ക് ലോങ് ആർക്ക് എന്ന് പറയാം. ഇനി അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ മീഡിയം ആർക്ക് എന്ന് പറയാം. ഇത് തമ്മിൽ ഡിഫറൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്ന് പറയാം, ഇതിനെ ഷോർട്ട് ആർക്ക് എന്ന് പറയും. ഓക്കെ, ലെസ് ദാൻ ദ കോർ ബൈ ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ആർക്ക് എന്ന് പറയാം. അതില് ആ സൗണ്ട് ഒക്കെ വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് ഷോർട്ട് ആർക്ക് ആണെങ്കിൽ വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹമ്മിങ് സൗണ്ട് ആണോ അതോ പോപ്പിംഗ് സൗണ്ട് ആണോ? ഏത് സൗണ്ടിങ്ങാ വരിക? 2 types of സൗണ്ട്സ് ആണ് അല്ലെ? 2 ടൈപ്പ് സൗണ്ട് ഉണ്ട്, പോപ്പിംഗ് സൗണ്ടും ഉണ്ട്, ഹമ്മിങ് സൗണ്ടും ഉണ്ട്. പോപ്പിംഗ് സൗണ്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഷോർട്ട് ആർക്കിലാണ്, ഹമ്മിങ് സൗണ്ട് വരുന്നത് ലോങ് ആർക്ക്. ഇൻഡിക്കേഷൻ ലോങ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസ്റ്റേബിൾ ആർക്ക് ഉണ്ടാവും, കൂടുതൽ സ്പാറ്റിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ കൂടുതൽ പെനട്രേഷൻ സാധ്യത കുറവായിരിക്കും. അതാണ് ലോങ് ആർക്കിന്റെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കാരണം കുറെ ദൂരെ നിന്ന് വെൽഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഷോർട്ട് ആർക്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഡിപ്പോസിഷൻ അവിടെ കൂടുതലായിരിക്കും, സ്പാറ്റർ കൂടുതലായിരിക്കും. പക്ഷെ എന്താണ് ഡിപ്പോസിഷൻ കൂടുതലാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടപ്പ് എന്നൊരു സൗണ്ട് ഒക്കെ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈവൻ ബേണിംഗ് ഇലക്ട്രോഡ് ഈസ് ഫോർ നോർമൽ ആർക്കിലാണ് നമുക്ക് കറക്റ്റ് ബേണിംഗ് കിട്ടുക എന്ന് കൂടെ. ഫോർ റൂട്ട് റൺ ആർക്ക് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ആർക്ക്. ഓക്കെ, റൂട്ട് റണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ആർക്കല്ലേ കൊടുക്കുള്ളൂ. ഈസിയസ്റ്റ് വെൽഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ഹാൻഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊസിഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്പോസിഷൻ കൂടുതലുള്ളത് തന്നെയാണ് ഫ്ലാറ്റ് പൊസിഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ 2 പാരാമീറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പറയാം, വെൽഡിംഗ് പൊസിഷനിൽ പറയാം. ഏതൊക്കെയാണ്? വെൽഡ് സ്ലോപ്പ് ആൻഡ് വെൽഡ് റൊട്ടേഷൻ. വെൽഡ് സ്ലോപ്പ്, വെൽഡ് റൊട്ടേഷൻ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 പാരാമീറ്റേഴ്സ്. ഈ 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു വെൽഡിങ്ങിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടി മെറ്റൽ ഹെൽത്ത് റിട്ടേൺ മോട്ടർ മെറ്റൽ ഡിപ്പോസിറ്റ് ഓവർ ഹെഡ് വെൽഡിംഗ്. അതെന്തുകൊണ്ടാണ്? സർഫേസ് ടെൻഷനാണ് ഓവർ ഹെഡ് വെൽഡിംഗ് നമ്മുടെ ആക്ടറിൽ നിൽക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഡ്യൂറിംഗ് ഓവർ ഹെഡ് വെൽഡിംഗ് ഇറ്റ് ഇസ് മോർ കൺവീനിയന്റ് ടു യൂസ് ഹെൽമെറ്റ്. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽമെറ്റ് ആണ് ഓവർ ഹെഡ് വെൽഡിംഗ് കൃത്യമായി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആർക്ക് വെൽഡിംഗിൽ എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുക, ഓർത്തിരിക്കാം. ഇനി ആർക്ക് വെൽഡിംഗ് മെഷീൻ വെച്ചിട്ട് എ സി വെൽഡിംഗ് സപ്ലൈ ടു DC വെൽഡിംഗ് സപ്ലൈ ഏതാണ് വരിക? റെക്ടിഫയർ സെറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. AC ടു DC കൺവേർഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, റെക്ടിഫയർ സെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ DC ടു AC കൺവേർഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ആണ് അറിഞ്ഞിരിക്കുക. ആർക്ക് വെൽഡിംഗ് റിക്വയർ ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ് ആണ്. നമുക്കറിയാം ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കറണ്ടിനെ മീൻസ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്ത് കറണ്ടിനെ ഇംപ്രൂവ് ചെയ്താണ് നമ്മൾ ഈ ആർക്ക് വെൽഡിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. വെൽഡിംഗ് ട്രാൻസ്ഫോമറിന് നമുക്ക് പ്രൈമറി വൈൻഡിങ്ങിൽ തിൻ കണ്ടക്ടേഴ്സ് ആൻഡ് മോർ ടേൺസ് ആണ്, സെക്കൻഡറി വൈൻഡിങ്ങിൽ തിക് കണ്ടക്ടേഴ്സ് ആൻഡ് ലെസ് ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രിൻസിപ്പൽ ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ആർമേച്ചർ എന്ന് പറയുന്നത് DC വെൽഡിംഗ് ജനറേറ്ററിന്റെ എന്താണ് ഭാഗമാണ്. ആർമേച്ചർ കമ്മ്യൂട്ടേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു DC വെൽഡിംഗ് ജനറേറ്ററിൽ AC ആണ് DC ആയിട്ട് മാറ്റുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ.
ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് പൊളാരിറ്റി ആണ്. അതുപോലെ DC കീനും DC കീനും കൃത്യം അറിയിക്കണം. അതുപോലെ റിവേഴ്സ് പൊളാരിറ്റി ആണ്. അതുപോലെ DCRP എന്ന് പറഞ്ഞാൽ എന്താണ്? DC ഇലക്ട്രോഡ് പോസിറ്റീവിനാണ് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരും. 2/3 DCE ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ സ്ഥലത്ത് എന്ത് മാത്രമേ ഉള്ളൂ? 1/3% ഓഫ് ഹീറ്റ് ഉണ്ടാവും. 2/3 ഇതോടേക്ക് പോകും, വർക്ക് പീസിലേക്ക് പോകും. DCEP നേരെ തിരിഞ്ഞു വരികയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു റോങ് പൊളാരിറ്റി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നതാണ് എക്സസ് പാറ്റേൺ ഉണ്ടാവുക എന്നുള്ളത്. പ്രധാനമായിട്ട് എക്സസ് പാറ്റേൺ ഉണ്ടാവുക എന്നുള്ളതാണ്. പെൻട്രേഷൻ ഒബ്വിയസ്ലി എന്താവും? കുറയുകയും ചെയ്യും. DC എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാനൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് DC ആയിരിക്കും എന്ന്. അതുപോലെ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ആർക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതായിരുന്നു പറഞ്ഞത് അല്ലെ? മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ആർക്ക് ബ്ലോ എന്ന് പറയും. അപ്പം AC-യിലായിരിക്കും DC-യിലായിരിക്കും ആർക്ക് ബ്ലോ കംപ്ലീറ്റ്ലി ഉണ്ടാവാത്ത സ്ഥലം എന്ന് പറയുന്നത്. എവിടെയായിരിക്കും ആർക്ക് ബ്ലോ ഇല്ലാത്ത സ്ഥലം എന്ന് പറയുന്നത്? AC-യിൽ ആർക്ക് ബ്ലോ ഉണ്ടാവില്ല, കാരണം മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആർക്ക് ബ്ലോ ഓക്കേഴ്സ് ഓൺലി ഇൻ DC വെൽഡിംഗ് ആണ്. ഇതും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി ഡ്യൂ ടു ആർക്ക് ബ്ലോ ഡാഷ് വിൽ ഹാപ്പൻ. ആർക്ക് ബ്ലോ കൊണ്ട് ഉണ്ടാവുന്ന സംഭവം എന്താണ്? മോർ സ്പാറ്റേഴ്സ് ആൻഡ് ലെസ് ഡിപ്പോസിഷൻ. ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. The purpose of using run on and run off plates during the arc welding is for prevent arc blow എന്നുള്ളതാണ് ആൻസർ. The purpose of present in the plate to control distortion. Presetting. Preset ചെയ്ത് വെക്കുന്നതിനാണ്. എത്ര ഡിഗ്രിയാണ് നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെക്കുക? എത്ര ഡിഗ്രിയിലാണ് നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെക്കുക? 3 ഡിഗ്രി. അപ്പോൾ 93 ഡിഗ്രി അല്ലെ? അങ്ങനെ കുറച്ചിങ്ങനെ സെറ്റ് വെക്കുന്നു പറഞ്ഞത്. അപ്പോൾ 93 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കൂടെ എന്ത് വരാറുണ്ട്? ആൻസർ. പ്രീസെറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. Well defect occurs due to improper cleaning of job. So improper cleaning of job. Improper cleaning of job. Improper cleaning of job ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് ആണ് porosity എന്ന് പറയുന്നത്. Okay, gas entrapment ആണ് porosity. The well defect, a small metal particle thrown out during the arc welding is called as spatters. Okay, ചെറിയ metal particles തെറിച്ചു പോകുന്നത് നമുക്ക് എന്താ പറയാം? Spatters എന്ന്. Then the value of open circuit voltage welding transformer എത്രയാണ്? 90 volt. Which one of the following is the cause of excess pattern in arc welding? Welding current കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് കാരണങ്ങൾ എന്തുണ്ട്? പാറ്റേൺ ഉണ്ടാവാറുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമാണ് welding current too high എന്നുള്ളത്. The depression formed at the end of the weld is called a depression formed at the end of the weld. Right. Okay. The weld defect likely openly cast and welded without preheating. Preheating or ചെയ്തില്ല എങ്കിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് ആണ് ക്രാക്ക്. ഓക്കെ, കാരണം പെട്ടെന്ന് ഉണ്ടാവുന്ന സോളിഡിഫിക്കേഷൻ കൊണ്ട് എന്തുണ്ടാവാം? ക്രാക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളാണ് അതിന് എന്ത് കൊടുക്കുന്നത്? പോസ്റ്റ് ഹീറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത്. The edge of the plate melt off is very common used in lap and furniture. Okay. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പവർ പോയതാണ്. ഞാൻ വീഡിയോ നമുക്ക് കണ്ടില്ല, സ്റ്റോപ്പ് ചെയ്ത് നിർത്താം അല്ലെ? നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയാൽ പോരാ, കണ്ടില്ല. അപ്പോൾ നമുക്ക് നാളത്തേക്ക് മാറ്റണം. പറഞ്ഞാൽ മതി. The edge of plate melted off is very common mostly lap and corner joint എന്നുള്ളതാണ് അവിടെ നമുക്ക് ആൻസർ വരിക. The ratio of the coating diameter to the cover diameter of electrode is called എന്നാണ് coating factor. Coating factor നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അതൊക്കെയാണ് lightly coated 1.2 to 1.3 ആണ്. 1.2 to 1.3 ആണ് നമ്മുടെ lightly coated എന്ന് പറയുന്നത്. 1.4 to 1.5 നമുക്ക് മീഡിയം കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറയാം. സെയിം ലൈക്ക് 1.6 to 2.2 ആണ് നമ്മൾ ഹെവിലി കോട്ടഡ്. 2.2 മേലോട്ട് നമ്മൾ പേര് കൊടുക്കും. ഏതാ?
2.2 മുകളിലേക്ക് വരുന്ന പേര് എന്താണ്? 2.2 മുകളിലേക്ക് സൂപ്പർ ഹെവി കോട്ടൺ ആണ് അവിടെ വരിക. ഓക്കെ, വൺ ഓഫ് ദ ഫംഗ്ഷൻ ഇലക്ട്രോഡ് കോട്ടിംഗ് എന്താണ്? സ്റ്റെബിലൈസ് ദ ആർക്ക് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ഇലക്ട്രോഡിന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജനറൽ പർപ്പസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞതാണ് ജനറൽ പർപ്പസ് ഇലക്ട്രോഡ്. ജനറൽ പർപ്പസ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റൂട്ട് ഇലക്ട്രോഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ റൂട്ട് പാസ് വെൽഡിംഗ് ഓഫ് ഹൈ പ്രഷർ പൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റൂട്ട് പാസ് വെൽഡിംഗ് ഓഫ് ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറയുന്നത്. റൂട്ട് പാസ് വെൽഡിംഗ് ഓഫ് ഹൈ പ്രഷർ പൈപ്പ് ഏതായാലും വരിക സെല്ലുലോസ് ഇലക്ട്രോഡ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ മോയിസ്ചർ പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബേസിക് കോട്ടൺ ഇലക്ട്രോഡ് എന്നുള്ളതാണ് അവിടെ നമ്മുടെ കൃത്യമായ ആൻസർ വരിക. ഓർത്തിരിക്കേണ്ടതാണ്. ഹെവി കോട്ടൺ ഇലക്ട്രോഡ് നോർമലി സൂട്ടബിൾ ഫോർ വെൽഡിംഗ് ഇൻ ഫ്ലാറ്റ് പൊസിഷൻ ആണ്. ഹെവി കോട്ടൺ ഇലക്ട്രോഡ് നോർമലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വെൽഡിംഗ് ഇൻ ഫ്ലാറ്റ് പൊസിഷൻ വെൽഡ് ചെയ്യാനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഇലക്ട്രോഡ് ദാറ്റ് ആർ നോട്ട് കോട്ടൺ ആർ കോൾഡ് ഏതാണ്? കോട്ടൺ ചെയ്യാത്ത ഇലക്ട്രോഡ് നമുക്ക് എന്താ പറയാം? ബെയർ ഇലക്ട്രോഡ് എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രോഡ് സൈസ് സ്പെസിഫൈഡ് ചെയ്യുന്നത് ഇലക്ട്രോഡിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ഇലക്ട്രോഡിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 4 വയർ ഡയമീറ്റർ ആണ്. ആർക്കെങ്കിലും സൗണ്ടിന്റെ ഇഷ്യൂ വരുന്നുണ്ടോ? സൗണ്ട് ഇഷ്യൂ ആർക്കെങ്കിലും വരുന്നുണ്ടോ? ലാഗിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ? നോ ഇഷ്യൂസ്. ഓക്കെ 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 ഗുഡ്. ഓക്കെ, ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ ഇല്ല. ഓക്കെ, യെസ് കിട്ടും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 350 to 450 mm ആണ്. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഇലക്ട്രോഡ് 350 to 450 mm ആണ്. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് യൂസ് ഏതാണ്? മീഡിയം കോട്ടൺ റൂട്ടിൽ MS ഇലക്ട്രോഡ്. ഓക്കെ, മീഡിയം കോട്ടൺ റൂട്ടിൽ MS ഇലക്ട്രോഡ്. ഫോർ മീഡിയം കറന്റ് സ്റ്റീൽ ഇലക്ട്രോഡ് യൂസ്ഡ് എന്ന് പറഞ്ഞതാണ് ഹെവി കോട്ടൺ ലോ ഹൈഡ്രജൻ MS ഇലക്ട്രോഡ്. ഹെവി കോട്ടൺ ഇലക്ട്രോഡ് നോർമലി യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ഇൻ ഫ്ലാറ്റ് പൊസിഷൻ. For copper, the electrode used is heavy coated bronze electrode. For copper, the electrode used is heavy coated bronze electrode. Okay. Okay. The waste part of electrode in the ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് പേരിലാണ് പറയുന്നത്? സ്റ്റെപ്പ് എൻഡ് എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് എൻഡ് ആണ്. നോർമലി എത്ര പെർസെന്റേജ് കൊടുക്കാം? സ്റ്റെപ്പ് എൻഡ് നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു പെർസെന്റേജ് ആണ്. 10% ആണ് നോർമലി കൊടുക്കുക. അപ്പൊ അത് പറയുന്നത് 40 to 50 mm ആണ്. ഓക്കെ, സ്റ്റെപ്പ് 40 to 50 mm ആണ്. പക്ഷെ 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വരില്ല. പണ്ട് തന്നിരുന്ന ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ്, അതായത് 350 to 450 കറക്റ്റ് 10% വെച്ചിട്ട് 35 to 45 വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് വേണം അത് ആൻസർ ചെയ്യാൻ. ഓക്കെ, ഓപ്ഷൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. 10% ഓഫ് ഇലക്ട്രോഡും. ഓക്കെ, സൗണ്ട് ഇഷ്യൂ നോട്ടീസബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചെയ്യാം, ബാക്കി ക്ലാസ് നമുക്ക് നാളെ ഇതിന്റെ ബാക്കിയായിട്ട് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, ഓക്കെ, അങ്ങനെ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്തോട്ടെ. കറണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തോളാം കേട്ടോ ദീപക്. ഓക്കെ, കാരണം മൊത്തത്തിൽ മഴയായതിന്റെ പ്രശ്നം. ഓക്കെ, എന്നാ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കിട്ടും. റെക്കോർഡ് ക്ലാസ്സിനനുസരിച്ച്. ഓക്കെ, കൃഷ്ണദാസ് നമ്മുടെ ബാച്ചിലുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. ഇല്ല, ഓക്കെ ഓക്കെ, എന്നാ ഞാൻ പിന്നെ നിർത്തിക്കോട്ടെ. അപ്പൊ എല്ലാവരും എന്തായി? പഠിത്തമൊക്കെ എന്തായി? ആർക്കുവലിൻ ടെമ്പറേച്ചർ 6000 തൊട്ട് 7000 എന്ന് പറയുന്ന ആൻസർ ആണ് നോർമലി
നമ്മുടെ ഡിപ്ലോമ സിലബസിൽ ഫോളോ ചെയ്യുന്നത്. ഞാനത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപ് ഓർമ്മയുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു വാല്യൂ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ നിമിയിൽ 3600 4000 ഒക്കെയാണ്. ഓക്കെ, കൃഷ്ണദാസ് ഫ്രം പാലക്കാട്. ആർക്കിന്റെ സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DC അല്ലേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം. AC ഒക്കെ നോർമലി നമ്മൾ ചെറിയ അലൂമിനിയം പോലുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാം. ആർക്കിന്റെ സ്റ്റെബിലിറ്റി മറ്റേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആർക്ക് ബ്ലോ ഇല്ലാതിരിക്കാനുള്ള എല്ലാം നിമീന്റെ ടെക്സ്റ്റ് റെയിൽവേ ഗൈഡ് കോപ്പിയാണ്. RH കോപ്പി. ഞാൻ നമ്മളെല്ലാം വൈൻഡപ്പ് ചെയ്തോട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഒരുവിധം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വിപിൽ ഞാൻ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേരാ, നമുക്ക് നോക്കാം കേട്ടോ. ഡിപ്ലോമ ലെവലിൽ നിമി മറ്റേ വെൽഡിങ് നോക്കാനാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഏതാണ് കുറുമി നോക്കണ്ട, ഒപിഗന്നെ വെറുതെ നോക്കിയോ. ഒപിഗന്നയുടെ വെൽഡിങ് ടെക്നോളജി നല്ലതാണ്. Okay, bye, good night, take care. Okay, good night.